Hello friends, welcome back to our channel. എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു നല്ല നാടൻ നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ആദ്യം, അതായത് തുടക്കക്കാർ പോലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയാൽ പോലും ഇത് ഫ്ലോപ്പ് ആവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നാലും നമ്മൾ ഇതിനകത്ത് സോഡാപ്പൊടി, അതുപോലെ ബേക്കിംഗ് പൗഡർ ഇതൊന്നും തന്നെ ചേർക്കുന്നില്ല, പഴം ചേർക്കുന്നില്ല. പക്ഷേ നല്ല നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇത് ഒത്തിരി ദിവസം ഇരുന്നാലും കനയ്ക്കുകയോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 2 കപ്പ് പച്ചരിയാണ്. അപ്പം ഞാൻ 250 ml കപ്പിന് 2 കപ്പ് പച്ചരി എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 4 മണിക്കൂറോളം ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് കുതിർന്ന് വരുന്ന ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 500 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ആ ഒരു ശർക്കര നമുക്കൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് അതിലേക്ക് 1 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഒന്ന് പാനി കാച്ചി എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു അരി വെള്ളത്തിലിട്ട സമയത്ത് തന്നെ ഇതും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായി തണുത്ത് കിട്ടും. നമുക്ക് നല്ലതായിട്ട് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം കണ്ടോ, ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു 4 മണിക്കൂറിന് ശേഷം ഞാൻ ഈ ഒരു പച്ചരി ആ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് ഡ്രെയിൻ ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചൊന്നിങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര പാനിയില്ലേ, അത് നമ്മൾ കുറച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്നൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുതേ. ആദ്യം നമ്മൾ ആ ഒരു അളവ് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി അങ്ങ് പേസ്റ്റ് ആവരുത്, ചെറിയ ചെറിയ തരികൾ ഉണ്ടാവണം കേട്ടോ. ഇതേപോലത്തെ തരികൾ വേണം, എങ്കിലാണ് നെയ്യപ്പം നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 കാര്യങ്ങളും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ടിപ്പായിട്ട് കരുതിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ. റവ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊള്ളി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കുറച്ചൊരു തരി ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ഫ്ലേവറിന് കുറച്ച് ഏലക്ക ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് ഒരു ടിപ്പ് എന്ന് പറയുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യപ്പം അല്ലേ, അപ്പം നെയ്യപ്പത്തിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആക്ച്വലി ഈ നെയ്യപ്പമൊക്കെ പണ്ട് ഉണ്ടാക്കുമ്പം ഈ നെയ്യിലാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ ഇപ്പോഴുള്ള ആൾക്കാരും അങ്ങനെ ചെയ്യാറില്ല. നെയ്യ് വെച്ചിട്ടൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാറില്ല. അപ്പം നമുക്ക് നെയ്യപ്പത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1-1.5 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലുണ്ടാവും, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാനൊന്ന് ജസ്റ്റ് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു 8 മുതൽ 10 മണിക്കൂറോളം നമുക്ക് ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അതായത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ഒരു ടൈം അത്ര വേണം കേട്ടോ. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവനിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അടുപ്പിനടുത്തൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ശർക്കര പാനി വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരല്പം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പറഞ്ഞ 8 മുതൽ 10 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യണം ഇതൊന്ന് റെഡിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കണം കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ടിരിക്കണം. അപ്പം കണ്ടോ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ ചെയ്യാൻ വേണ്ടി നോക്കട്ടെ. ഇതിൽ ടൈം ഒരു പ്രധാന ഘടകമാണ് കേട്ടോ. നമ്മൾ ആ അരി കുതിർക്കാൻ വെക്കുന്ന ടൈം, അതേപോലെ തന്നെ നമ്മളിത് ഫെർമെൻ്റ് ആവാൻ വെക്കുന്ന ഒരു ടൈമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കൊപ്രയും കൂടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു എക്സ്ട്രാ ഫ്ലേവറും പിന്നെ നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമുക്കിതിൽ എന്തായാലും വേണ്ട ഒന്നാണ് കറുത്ത എള്ള് കേട്ടോ. നമുക്ക് വെളുത്ത എള്ളുണ്ടല്ലേ, അത് വേണമെങ്കിലും ചേർക്കാമെങ്കിലും ഇതിന് ബെസ്റ്റ് എന്ന് പറയുന്നത് കറുത്ത എള്ളാണ്. അതുകൂടി ചേർത്ത് അതൊരു സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഈ തവി കണ്ടില്ലേ നിങ്ങൾ, ഇതിന് തവി എന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഈ സ്പൂണിനെ ഒരു സ്പൂണിൽ 1 സ്പൂണ് എടുത്ത് നമുക്ക് ഒഴിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഒരു നെയ്യപ്പമായിരിക്കും കേട്ടോ. അപ്പം നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒഴിക്കുമ്പോൾ ഇങ്ങനെ പരന്നിങ്ങനെ പോകും കേട്ടോ. അതിന് ശേഷമാണ് ഇതിങ്ങനെ പൊള്ളി വരുന്നത്. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് നന്നായിട്ട് പൊള്ളി മുകളിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാനിത് ഇതേപോലെയാണ് കേട്ടോ ഓരോരോ നെയ്യപ്പവും ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് ഫുള്ളും കാണിക്കുന്നില്ല, കാര്യം ഇങ്ങനെ ഓരോ തവണയും കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോവില്ലേ.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ ആദ്യത്തെ അതായത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലോപ്പ് ആകുമെന്നില്ല കേട്ടോ, നന്നായിട്ട് കിട്ടും. ഇതിന് മുന്നേ ഞാനൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ നല്ലൊരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ടിപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ടൈമൊക്കെ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബഡ്ജ് ചെയ്തൊന്നും നിൽക്കില്ല കേട്ടോ. പക്ഷേ നമുക്ക് നെയ്യപ്പം യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.